എല്ലാ റബീഉൽ ആഖിറിലും ഷെയ്ഖ് ജിലാനിയെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് വലിയ സദസ്സ് സംഘടിപ്പിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്ന, ഷെയ്ഖ് ജിലാനിയുടെ പ്രകീർത്തനം നടത്തിയിരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കുറിച്ച് പ്രശംസ പറയിപ്പിച്ചിരുന്ന ഒരു ഹൈന്ദവനുണ്ടായിരുന്നു. തഫ്രീജുൽ ഖാത്തിർ എന്ന കിതാബൊക്കെ അതിൽ കാണാൻ സംഭവം. ആ ഹൈന്ദവനായ സഹോദരൻ മരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഹൈന്ദവ വീട്ടിൽ മരിച്ചു. അപ്പൊ അവരുടെ ആചാരപ്രകാരം മയ്യത്തിനെ കത്തിച്ചുകൊണ്ട് ശവം ഭസ്മാക്കിയിട്ട് അത് കടൽ കൊണ്ടിട്ട് മുക്കണമെന്ന, വെണ്ണീർ കടൽ കൊണ്ടിട്ട് മുക്കണമെന്ന അവരാചാരം. നമ്മളതിനെ പരിഹസിക്കണില്ല, ചോദ്യം ചെയ്യണില്ല. അപ്പൊ അവരുടെ ആചാരത്തിൽ എങ്ങനെയാണ് ഡെഡ് ബോഡി കരിച്ചുകൊണ്ട് ആ വെണ്ണീർ കടൽ കൊണ്ടിട്ട് വിതറലാണ്. പക്ഷേ ഷെയ്ഖ് ജിലാനിയുടെ ഉറൂസ് എല്ലാ റബീഉൽ ആഖിറിലും ധാരാളം മുസ്ലിമീങ്ങളെ മറ്റൊക്കെ സംഘടിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കൊണ്ടാടുന്ന ഈ ഹൈന്ദവനായ സഹോദരനെ കുടുംബക്കാരെ എത്ര കരിച്ചിട്ടും കരിയണില്ല, തീ അങ്ങോട്ട് ശരീരത്തിൽ കയറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പരാജയപ്പെടുക. അവസാനം അവര് ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് കടലിലെറിയപ്പെട്ട ഈ ഡെഡ് ബോഡി തിരമാലകളെ തട്ടിയെടുത്ത് കൊണ്ടുപോയത് ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപാണെങ്കിലോ ഖാദിരിയ ത്വരീഖത്തിലെ ഷെയ്ഖ് ജിലാനിയുടെ ആധ്യാത്മിക സരണി അവലംബിച്ച് ജീവിക്കുന്ന ധാരാളം മുരീദന്മാർ ദിക്റിലും ഫിക്റിലും കഴിയുന്ന ദ്വീപാണ്. അതിൽപ്പെട്ടൊരു മഹാനായ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അവർക്കൊരു സ്വപ്നമാണ്, ഇവിടെ ഒരു ഡെഡ് ബോഡി വരാൻ പോകുന്നുണ്ട്. ആ ഡെഡ് ബോഡി സ്വർഗസ്ഥനാണ്, എന്റെ പ്രത്യേകമായ സ്വർഗത്തിലെ അടിമയാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പേര് അള്ളാഹു എങ്കിൽ ആ മനുഷ്യന്റെ പേര് സഅദുള്ള എന്നാണ്. ഭൂമിയിൽ ഒരു പക്ഷേ കുമാരനായേക്കാ, ഭൂമിയിൽ ഒരു പക്ഷേ പറങ്കോടനായേക്കാ, ഭൂമിയിൽ ഒരു പക്ഷേ താമയായേക്കാ. പക്ഷെ ആകാശ ലോകത്തെ പേര് മാറ്റിയിരിക്കുകയാണ്, നരകത്തിൽ നിന്ന് വെട്ടിയിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പടച്ചവൻ മാറ്റിയിരിക്കുകയാണ്. കാരണം ഷെയ്ഖ് ജിലാനിയോടുള്ള ഇക്റാമ കൊണ്ട്, അവിടത്തിന്റെ പേരിലുള്ള ഇത്ആമ കൊണ്ട്, മഹബത്ത് കൊണ്ട് പടച്ചവൻ ലാസ്റ്റ് ശ്വാസ സമയത്ത് ഈമാൻ നൽകിയതാ.